الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാനെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി തഖ്വയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അമ്പിയാക്കൾ. എല്ലാ പ്രവാചകന്മാർക്കും ഒരേ സ്ഥാനമല്ല, ഒരേ മഹത്വമല്ല ഉള്ളത്. അമ്പിയാക്കളെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഏറെ പ്രത്യേകതയുള്ള ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ അഥവാ ദൃഢമനസ്കരായ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പേരുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 ആളുകൾ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്. മറ്റു പ്രവാചകന്മാരെക്കാൾ ഏറെ മഹത്വവും പ്രത്യേകതയുമുള്ള നബിമാരാണ്. ഞാൻ പറയുന്നത്, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഏറെ മഹത്വമുള്ളവരാണ് ഞാൻ എണ്ണിപ്പറഞ്ഞ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറെ മഹത്വമുള്ളത്, ഏറെ പ്രത്യേകതയുള്ളത്, ശ്രേഷ്ഠതയുള്ളത് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഒരായത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ
65-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുന്നത് വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആയത്തിന്റെ അർത്ഥം പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതാരോടാണ് പറയുന്നത് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, നബിയെ, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതിൻ്റെ മുമ്പുള്ള നബിമാർക്കും ഒക്കെ നൽകിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങളെങ്ങാനും അള്ളാഹുവിന് പങ്കാളികളെ ചേർക്കുന്ന പക്ഷം, അഥവാ ശിർക്ക് ചെയ്യുന്ന പക്ഷം, കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതാരോടെ പറയുന്നത്? നമ്മളോടല്ല. നമ്മളെക്കാൾ ശ്രേഷ്ഠനായ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, നബിയെ, ലഇൻ അശ്റക്ത, നിങ്ങളെങ്ങാനും ഷിർക്ക് ചെയ്താൽ, നിങ്ങളെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. എന്ത് നന്മ ചെയ്തിട്ടും കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഷിർക്കിൻ്റെ ഗൗരവം, ഷിർക്കിൻ്റെ ഭയാനകത മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയൊരു തെളിവ് എന്തു വേണം? മനുഷ്യരുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അമലുകളില്ലാതെ നാളെ പരലോകത്ത് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? കർമ്മങ്ങൾ തൂക്കി നോക്കി ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. അവിടെ കർമ്മങ്ങളില്ലാതെ പോകുന്ന, കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന, കർമ്മങ്ങളെ ധൂളികളാക്കി പറത്തിക്കളയുന്ന പാപമാണ് ഷിർക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ. നബിയോട് അവർ ചോദിക്കുകയാണ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയ്യ യസിലു റഹിം വയുത്ഇമുൽ മിസ്കീൻ വയഖരിഉൽ ലൈഫ്. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സ്വാത്വികനായ മനുഷ്യനാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. ആ അബ്ദുല്ലാഹിബ്നു ജുദ്ആനെ കുറിച്ചാണ് ആയിഷ ഉമ്മ നബിയോട് ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്താണ്? അദ്ദേഹം കാന ഫിൽ ജാഹിലിയ്യത്തി യസിലു റഹിം, കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. ബന്ധം ചേർക്കുക എന്നുള്ളത് ഇസ്ലാമിലെ വലിയ പുണ്യമാണ്. ബന്ധം മുറിക്കുന്നവൻ, അവൻ അള്ളാഹുവുമായി കൊണ്ടുള്ള ബന്ധം മുറിക്കുന്നവനാണ്, അവന് നരകമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ ജാഹിലിയത്തിൽ ജീവിച്ച അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. വയുത്ഇമുൽ മിസ്കീൻ, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. വയഖരിഉൽ ലൈഫ്, അതിഥികളെ ആദരിക്കുന്നയാളാണ്. അതേപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നയാളാണ്. ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് ആയിഷ ഉമ്മയുടെ ചോദ്യം, ഫഹൽ യൻഫഉഹു ദാലിക്, ഫഹൽ യൻഫഉഹു ദാലിക്, നബിയെ, അയാൾ ഈ പറഞ്ഞ നന്മകളൊക്കെ ചെയ്യുന്ന ആളാണ്. ആ നന്മകൾ അയാൾക്ക് ഉപകാരപ്പെടുമോ? നാളെ പരലോകത്ത് അയാൾക്ക് പ്രയോജനം ചെയ്യുമോ? അതാണ് ചോദ്യത്തിന്റെ പൊരുൾ. എന്താ നബിയുടെ മറുപടി? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഒരിക്കലുമില്ല. അയാളുടെ ഈ നന്മകളൊന്നും സ്വീകരിക്കുകയില്ല. കാരണം എന്താ? ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്തു റബ്ബി ഗഫിർ ലി ഖതിഅതി യൗമദ്ദീൻ. അദ്ദേഹം ഒരിക്കൽ പോലും എന്ത് പറഞ്ഞിട്ടില്ല? അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ. അഥവാ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. ഷിർക്കിലാണ് അദ്ദേഹം ജീവിച്ചത്. ഷിർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നന്മകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഷിർക്ക് ചെയ്ത ആളുകൾ, അവർ പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ ഒരു മുസ്ലിമിന്റെ അഖീദയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ട പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ തൗഹീദിനെതിരായ, തൗഹീദിന് വിരുദ്ധമായ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അതെത്ര വലിയ ആളാണെങ്കിലും ശരി, അയാളെ അള്ളാഹു നരകത്തിലേക്ക് എടുത്തെറിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്രാഹിം നബിയുടെ ബാപ്പയെ കുറിച്ചുള്ളൊരു ചരിത്രമുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ബാപ്പയെ അള്ളാഹു പരലോകത്ത് ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗം. ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസറാണ്. ആസറ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയ മനുഷ്യനാണ്. ഇബ്രാഹിം നബിയെ നിരാകരിച്ച മനുഷ്യനാണ്. അള്ളാഹുവിനെ സ്വീകരിക്കാത്തയാളാണ്. ആസറിനെ നാളെ പരലോകത്ത് ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരും. എങ്ങനെയെന്നറിയോ? ഹദീസിലെ പ്രയോഗം, ഒരു മണ്ണ് പുരണ്ട മാൻപേട, ഒരു മണ്ണ് പുരണ്ട മൃഗം ചെളിയിൽ കിടന്ന് മണ്ണിൽ കിടന്ന് ഉരുളുന്നത് പോലെ ഇബ്രാഹിം നബിന്റെ ബാപ്പ ഇബ്രാഹിം നബിന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് ഉരുളും. ഇബ്രാഹിം നബിക്ക് സങ്കടാകും. ആ കാലിന്റെ ചുവട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസറിനെ നരകത്തിലേക്ക് എടുത്തെറിയുന്ന രംഗം ഹദീസിൽ കാണാൻ സാധിക്കും. ആരാ ഇബ്രാഹിം നബി? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചു എന്ന് അള്ളാഹു പറഞ്ഞ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിന്റെ ബാപ്പ ശിർക്ക് ചെയ്തു. ആ ഇബ്രാഹിം നബിയുടെ ബാപ്പയെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ ഇബ്രാഹിം നബിക്ക് കഴിയില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും കാലം അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ വിളിച്ച നബിയാണ് നൂഹ് നബി. നൂഹ് നബിന്റെ മകൻ എവിടെയാ? നൂഹ് നബിന്റെ ഭാര്യ എവിടെയാ? നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. ആ കപ്പലിലേക്ക് കയറാൻ വേണ്ടി നൂഹ് നബിയുടെ മകനെ വിളിച്ചപ്പോൾ മകൻ തയ്യാറായില്ല. ബഹുദൈവ വിശ്വാസിയായി ശിർക്ക് ചെയ്തു അദ്ദേഹം. ആ പ്രളയത്തിൽ അദ്ദേഹം നശിപ്പിക്കപ്പെട്ടു. അല്ലെ, നരകമാണവർക്ക്. വിശുദ്ധ ഖുർആനിൽ 2 മഹദികളെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. ലോകത്തുള്ള വിശ്വാസിനികളായ സ്ത്രീകൾക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ മറിയം ബീബി, ആസിയ ബീബി. ആസിയ ബീബിയുടെ ഭർത്താവ് എവിടെയാ? ആസിയ ബീബിയുടെ ഭർത്താവ് ഫിറഔനാണ്. ഫിറഔന ലഅന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞ ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞ ഫിറഔൻ ശിർക്ക് ചെയ്ത ആളാ, അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളാ. എവിടെ അദ്ദേഹം? നരകത്തിലാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര വലിയ ഉന്നതനായാലും ശരി, എത്ര വലിയ സ്ഥാനമുണ്ടായാലും ശരി, ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായം ചോദിച്ചാൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന് നരകമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്താണ്? ശിർക്ക് സംഭവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവൻ. ആ അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവൻ എന്നിരിക്കെ നീ അവന് പങ്കാളിയെ നിശ്ചയിക്കലാണ്, നീ അവനിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ പാപം അള്ളാഹുവിന്റെ അടുക്കൽ. നോക്കൂ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാപങ്ങളുണ്ട്. ഒരു വിവാഹം കഴിച്ചൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ആ പുരുഷൻ തൻ്റെ ഇണയായി വരുന്ന പെൺകുട്ടി മറ്റൊരാളുമായി ശരീരം പങ്കുവെച്ചാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വാചകം എന്താ? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല, അത് ഞാൻ പുറത്തു തരികയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ബാക്കിയുള്ള പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക്. എന്നാൽ ശിർക്ക് ചെയ്താലോ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുത്താലോ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താലോ, അതൊക്കെ ശിർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തു പാടില്ല? ശിർക്ക് സംഭവിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, 7 വൻ പാപങ്ങൾ നിങ്ങൾ വെടിയണം. 7 വൻ പാപങ്ങൾ. ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഹുന്ന, അതേതാണ് നബിയെ 7 വൻ പാപങ്ങൾ ഏതാണ്? ഒന്നാമതായി നബി പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വഇൻ ഖുത്തിഅത് വഹുരിഖത്. വല്ലാത്തൊരു വാചകമാണത്. ഷിർക്കിന് ഇത്രമാത്രം ഗൗരവമുണ്ടായത് കൊണ്ടാണ് നബി തൻ്റെ സഹോദരനായ, നബി തൻ്റെ സഹപാഠിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ദർദാ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. നിന്റെ ശരീരത്തിലെ അവയവങ്ങളെ കഷ്ണങ്ങളാക്കപ്പെട്ടാലും, ശരീരത്തിലെ അവയവങ്ങളെ മുറിച്ചു കളഞ്ഞാലും, അത് കഷ്ണങ്ങളാക്കിയാലും ശരി, നിന്നെ കത്തിച്ചു കളഞ്ഞാലും ശരി, നിന്നെ പച്ചക്ക് കത്തിച്ചാലും ശരി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. ഈ ആയത്ത് നമ്മൾ പഠിച്ചാൽ ഷിർക്കിൽ നമ്മൾ മാറി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷിർക്കിന്റെ പരിണിത ഫലങ്ങൾ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിൽ ഖുർആൻ പറഞ്ഞു, ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ് ഷിർക്ക് ചെയ്യുന്നവൻ എന്നാണ്. ആകാശത്തുനിന്ന് വീണവൻ. നിങ്ങളൊന്ന് ആലോചിച്ചൊരു
100 മീറ്റർ മുകളിൽ നിന്ന് ഒന്നുമില്ലാത്ത, നമുക്ക് തടഞ്ഞു നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ ഒന്നും പറ്റാത്തൊരു സ്ഥലത്ത് നമ്മൾ താഴേക്ക് വീണാലുള്ള അവസ്ഥ എന്താ? ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതാണ് അള്ളാഹുവിന്റെ ഉപമ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫകഅന്നമാ ഖറ മിനസ് സമാ. ശിർക്ക് ചെയ്യുന്നവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കും. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീണവനെ പോലെയാണ്. അവൻ എന്ത് ചെയ്യും? ഒന്നുകിൽ അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കും, വലിയ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകും. അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂല. ആ സമയത്ത് അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു സമാധാനം ഉണ്ടാകുമോ? ശിർക്ക് ചെയ്യുന്ന മനുഷ്യന് ജീവിതത്തിൽ എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയോ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ്. നഅൂദുബില്ലാ, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാരാ? ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളിങ്ങനെ പറയേണ്ടതുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ. അതുകൊണ്ട് ശിർക്കിനെ കുറിച്ച് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഉലൈക ഹും ശർറുൽ ബരിയ. തീർച്ചയായും വേദക്കാരിലും മുശ്രിക്കുകളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവർ സത്യനിഷേധികളായിരിക്കെ, അവരതിൽ നിത്യവാസികളായിരിക്കെ അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാരാ? സൃഷ്ടികളിൽ ഏറ്റവും മോശം മനുഷ്യന്മാരാണ്, ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ പല ആൾക്കാരെയും കുറിച്ച് പറയും, അവരൊന്നും ശരിയല്ല, അവരൊക്കെ മോശമാണ്, അവരൊന്നും ശരിയല്ല എന്ന്. എന്നാൽ അള്ളാഹ് പറയണ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാരാ? ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ആ കൂട്ടത്തിലുണ്ടോ, നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, നജസ് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നജസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതയാണ്, മാലിന്യമാണ്. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്കുകൾ ആരാ? നജസാണെന്നാ, മാലിന്യമാണ്, മ്ലേച്ഛതയാണെന്നാ. അതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ, മാലിന്യം എന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കേണ്ടത് എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശ്വാസം ശരിയല്ലാത്ത ആളുകൾ മാലിന്യമുള്ളവരാണ്, അവരുടെ ഹൃദയങ്ങളിൽ മാലിന്യമുള്ളവരാണ്, അഥവാ ശിർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ഹൃദയം വിശുദ്ധമല്ല എന്നർത്ഥം. ഇസ്ലാമിൽ 2 തരത്തിലുള്ള അശുദ്ധിയുണ്ട്. ഒന്ന് ശാരീരികമായ അശുദ്ധിയാണ്, രണ്ടാമത്തേതോ മാനസികമായ അശുദ്ധിയാണ്. മാനസികമായ അശുദ്ധി എന്താ? അതാണ് ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. നജസ് എന്താ? മാനസികമായ അശുദ്ധിയാണ്. അതെന്താ? അത് ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനിയോ, ഖബർ ശിക്ഷക്ക് കാരണമാകുന്ന പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ശിർക്കിനെ. ഖബർ ശിക്ഷക്ക് കാരണമാണെന്ത്? ശിർക്ക് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ നമുക്കത് വായിക്കാൻ പറ്റും. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുന്നാർ, അവൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലന്നാർ. ശിർക്ക് ചെയ്തവൻ അവൻ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതിനേക്കാൾ വലിയൊരു നഷ്ടം എന്താ? സ്വർഗം നിഷിദ്ധം, നരകപ്രവേശനം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്ത് നടത്തും. ഇസ്ലാമിലുള്ള അമലാണ് ശഫാഅത്ത് എന്നുള്ളത്. ആരാ ശഫാഅത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയുടെ ശഫാഅത്ത് ലഭിക്കാത്ത ആൾക്കാരറിയോ? നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുമ്പോൾ ആ ശഫാഅത്ത് ലഭിക്കാത്ത ആളുകളെ കുറിച്ച് നബി പറഞ്ഞു, മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈആ. എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും? എൻ്റെ ശഫാഅത്ത് ഉപകാരപ്പെടും, ഞാൻ ശഫാഅത്ത് ചെയ്യും. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കോ ഞാൻ ശഫാഅത്ത് ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചവ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ശിർക്കിനെ നമ്മൾ ഗൗരവമായി കാണണം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അശ്ശിർകു ഫീ ഉമ്മത്തി അഖ്ഫാ മിൻ ദബീബിൻ നംലി അല സഫാ. എങ്ങനെ ശിർക്ക് വരികയെന്നറിയോ? ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറയുടെ മുകളിലൂടെ കറുത്ത ഉറുമ്പ് അരിച്ചു പോകുന്നത് പോലെ അത് നമുക്ക് അറിയാൻ പറ്റുമോ? ഒന്ന് രാത്രിയുടെ ഇരുട്ട്, കറുത്ത പാറ, ചെറിയ ഉറുമ്പ്, ഇരുട്ടുണ്ട്, ഇരുട്ടുള്ള പാറയാണ്. ആ പാറയുടെ മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു പോകുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം, നമ്മൾ പേടിക്കണം. ശിർക്ക് വരുന്ന വഴികൾ ഏതാണ്? ഇപ്പൊ ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ശിർക്കാണോ? അല്ല.
ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ശിർക്കല്ല. ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്. മരിച്ചൊരു മനുഷ്യൻ ഈ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബർ ഒരു ചാണിലേറെ എന്ത് ചെയ്യാൻ പാടില്ല? ഉയർത്താൻ പാടില്ല. ഒരു ചാണിലേറെ ഉയർത്തിയ ഖബറുകളെല്ലാം തട്ടിപ്പൊളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് സ്വഹീഹായ ഹദീസിൽ കാണാൻ പറ്റും. എന്താ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ സമീപത്തേക്ക് പോകുന്നു. ആ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ സമീപത്തേക്ക് പോകുന്നത് ശിർക്കാണോ? കെട്ടിപ്പൊക്കിയ ഖബറിന്റെ സമീപത്തേക്ക് പോകുന്നത് ശിർക്കല്ല. പക്ഷേ ആളുകൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ആളുകൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. ഒന്ന്, മരണചിന്ത ഉണ്ടാകാനാണ്. അത് ഹദീസിൽ വന്നതാണ്. അത് ഏതെങ്കിലും കെട്ടിപ്പൊക്കിയ ഖബറിന്റെ അടുത്തേക്ക് പോകണമെന്നില്ല. നിങ്ങൾ മഖബറകൾ നിങ്ങൾ സന്ദർശിക്കണം. നബി പറഞ്ഞതാണ്. എന്തിനാ? മരണചിന്തയുണ്ടാകാൻ, പരലോക ചിന്ത വർദ്ധിപ്പിക്കാൻ. അത് നമ്മളെ അത് ഹദീസിലുള്ളതാണ്. അപ്പൊ ഖബറുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്ന കാര്യം എന്താ? ഖബറുകൾ സന്ദർശിക്കണം, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമുക്ക് മരണചിന്ത ഉണ്ടാക്കും, പരലോകത്തെ ഓർമ്മിപ്പിക്കും. എന്നാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഖബറിന്റെ സമീപത്തേക്ക് പോകുന്നത് എന്തിനാ? ഒന്ന്, ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ, ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ. അതെന്താ? അത് ശിർക്കാണ്. ശിർക്ക് വരുന്ന വഴിയാണത്. ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തൗഹീദിനെതിരാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത കാര്യമാണ്. രണ്ടാമത് ആളുകൾ പോകുന്നത് എന്താ? തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമെന്ന് ഖബറാളിയോട് പറയാൻ. അതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാർ. അവര് ഖബറിൽ കിടക്കുന്ന ആൾക്കാരോട് പ്രാർത്ഥിക്കാനൊന്നല്ല. പിന്നെ എന്തിനാ? ഖബറാളിന്റെ സമീപത്ത് പോയിട്ട് പറയാ, ഞങ്ങൾ ഭയങ്കര പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് കുട്ടികളില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് അള്ളാഹുവിനോട് പറയണം, നിങ്ങൾ വലിയ മഹാനാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരാണ്. ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കില്ല, അയാൾക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മളത് വിശദീകരിച്ചു. മൂന്നാമത്തെ ഒരു വിഭാഗം എന്താ? അള്ളാഹുവിന്റെ അടുപ്പം ലഭിക്കാനാണ് ഞങ്ങൾ പോണത്. മഹാന്മാരാണല്ലോ, അവരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ. ഈ മൂന്ന് കാര്യം തെറ്റാണ്. അതിൽ ശിർക്ക് വരുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിന് ഖബറിന്റെ സമീപത്തേക്ക് പോകണം? പരലോകത്തെ ഓർക്കാനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവരോട് പ്രാർത്ഥിക്കാനല്ല. നമ്മുടെ നാട്ടിലൊരു പുസ്തകത്തിൽ എഴുതി വെച്ച വാചകം എന്താ അറിയോ? ഞങ്ങൾ ഖബറുകൾ സന്ദർശിക്കുമ്പോൾ ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നു. നഅൂദുബില്ലാ. ഖബറാളികളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വരുന്ന വഴിയാണ്. അതാ പറഞ്ഞത്, നമ്മൾ അറിയാത്ത വഴിയിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരും. അതേപോലെ തന്നെ ശിർക്ക് വരുന്ന മറ്റൊരു വഴി എന്താ? ചില ആൾക്കാർ വിളിക്കും, യാ മുഹീദ്ദീൻ ഷേഖ്, യാ റിഫായി ഷേഖ്. അല്ലേ? മരിച്ചുപോയ ആളുകളെ അവരോട് സഹായം ചോദിക്കുന്ന അത് ശിർക്കാണ്. അതുകൊണ്ട് നമ്മുടെ വിളി എന്തായിരിക്കും? യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബന, റബ്ബി. ഈ വിളിയാണ് നമ്മൾ വിളിക്കേണ്ടത്. അതല്ലാത്ത വിളികൾ എന്താ? മഹാന്മാരെ വിളിക്കുക എന്നുള്ളത് അത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കൽ എന്താ? അത് ശിർക്കാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് ശിർക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക. ഒന്നെങ്കിൽ അവൻ അവിശ്വാസിയായി, അല്ലെങ്കിൽ അവന് ശിർക്ക് ചെയ്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. നേർച്ച പുണ്യമുള്ള കാര്യമാണ്. നേർച്ച പുണ്യാണ്. ഒരു ഐച്ഛികമായ കാര്യം നിർബന്ധമായി ഞാൻ ചെയ്യുമെന്ന് പറയുന്നതാണ് നേർച്ച എന്ന് പറയാം. എന്നാൽ നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നേരുന്നു. അതെന്താ? അത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. മുസ്ലിങ്ങളായ ആളുകളിൽ പലരുടെയും വീടുകളിൽ മാലകളുണ്ട്, മാല കിതാബുകളുണ്ട്. മൊഹീദ്ദീൻ മാല ഉണ്ട്, റിഫായി മാല ഉണ്ട്, കുതുബിയത്തുണ്ട്, അതേപോലെ തന്നെ ബർസഞ്ചി മൗലൂദ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മാലകളും മൗലൂദുകളുണ്ട്. സഹോദരങ്ങളെ, അതിലെ വരികൾ വായിച്ചിട്ടുണ്ട് നമ്മൾ. അതിലെ വരികൾ ഷിർക്കിന്റെ വരികളാണ്. പല വരികളും ഷിർക്കിന്റെ വരികളാണ്. പല വരികളിലും വലിയ വലിയ അപകടങ്ങളുണ്ട്, ഇസ്ലാമിനെതിരാണ്. നമ്മളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാടാണത്. നമുക്ക് ഓതാൻ പാരായണം ചെയ്യാൻ ഖുർആനുണ്ട്. മൊഹീദ്ദീൻ മാലക്കൊരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്, മലയാളത്തിലാണ് പുസ്തകം. അതിന്റെ ആമുഖത്തിൽ എഴുതി വെച്ച വാചകം എന്താ അറിയോ? മൊഹീദ്ദീൻ മാലയിൽ തെറ്റുണ്ടെങ്കിൽ ഖുർആനിലും തെറ്റുണ്ട്. നഅൂദുബില്ലാ. മൊഹീദ്ദീൻ മാലയിൽ തെറ്റുണ്ടെങ്കിൽ ഖുർആനിലും തെറ്റുണ്ട്. എന്നാ മൊഹീദ്ദീൻ മാല ഉണ്ടായത്? ആരാ മൊഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്? ആകാശത്ത് ഇറങ്ങിയ വഹിയാണ് മൊഹീദ്ദീൻ മാല. മനുഷ്യന്മാരോട് പറയാൻ പോലും പറ്റാത്ത വാചകങ്ങൾ ആ മാലയുടെ ഗ്രന്ഥത്തിലുണ്ട്, കിതാബിലുണ്ട്. മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത വാചകങ്ങൾ. എന്നിട്ട് പറയാ മാലയിൽ തെറ്റുണ്ടെങ്കിൽ ഖുർആനിൽ തെറ്റുണ്ട് എന്ന്. ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, വൈകാരികമായി പോകുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ട സാധാരണക്കാരായ നല്ലവരായ മനുഷ്യരെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന വഴികളാണത്.
അതുകൊണ്ട് അതിന് നമ്മൾ കരുതിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ നിന്ന്, അത്തരം വഴികൾ നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇത് പഠിക്കണം നമ്മൾ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അൻ ഉശ്രിക ബിക വഅന അഅലമു, നിന്നിൽ പങ്കു ചേർക്കുന്നതിന്. എങ്ങനെ? വഅന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. ലിമാ ലാ അഅലമു, ഞാൻ അറിയാതെ നിന്നിൽ പങ്കു ചേർക്കുന്നതിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. തൗഹീദുള്ള ആളുകൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അറിയാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ലഭിക്കും. പഠിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള ആളുകളായി ജീവിക്കാൻ, ഷിർക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. രാത്രിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, രാത്രിയെ നിങ്ങൾക്ക് നാം വിശ്രമ വേളയാക്കി തന്നിരിക്കുന്നു എന്നാണ്. രാത്രി നേരത്തെ ഉറങ്ങുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. വിശ്വാസികൾ അകാരണമായി വൈകി ഉറങ്ങാൻ പാടില്ല. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വാചകമാണത്. മുബക്കിറൻ, നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ ഉണരണം, നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉണരണം. അതാണ് ഇസ്ലാമിലെ കാഴ്ചപ്പാട്. ഉറക്കമെന്നുള്ളത് ഒരു ചെറിയ മരണമാണ്. ഉറങ്ങിക്കിടന്ന എത്രയോ ആളുകൾ തൊട്ടടുത്ത പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടില്ല. അവർ എഴുന്നേൽക്കാത്തത് കണ്ടപ്പോൾ അവരെ തട്ടി വിളിച്ച ആളുകൾക്ക് ആ തട്ടി വിളിക്കലിന് ഉത്തരം നൽകാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കമുണരുമ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്. ഞാൻ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ പ്രാർത്ഥന വന്നിട്ടുണ്ടാകാം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ പ്രാർത്ഥന അറിയാത്ത ഒരു മനുഷ്യനും ഈ പള്ളിയിൽ ഉണ്ടാവില്ല. പക്ഷെ നെഞ്ചത്ത് കൈവച്ച് ചോദിച്ചു നോക്കൂ, ഇന്നത്തെ പ്രഭാതത്തിൽ, ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ ഈ പ്രാർത്ഥന നിർവഹിച്ച എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഈ പ്രാർത്ഥന നിർവഹിക്കാൻ തൗഫീക്ക് ലഭിച്ച എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നതാണ്. രാവിലെ അള്ളാഹു വീണ്ടും നമുക്ക് ആയുസ് നൽകി. അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി തന്നു. അതിലൊരു അൽഹംദുലില്ലാ എന്ന് പറയാൻ പോലും നമ്മൾ മറന്നുപോവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കണം. പ്രാർത്ഥനകൾ നിർവഹിക്കുക എന്നുള്ളതൊരു തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ സ്ഥാനം പിടിക്കേണ്ട കാര്യമാണ്. ഓരോ സമയത്തും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചെല്ലാനുള്ള തൗഫീഖ് എന്ത് ചെയ്യണം? അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കമുണരുന്ന സമയത്ത് പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി എന്ന് പറയുന്ന പ്രാർത്ഥന. പല ആളുകൾക്കും ഈ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടാവുകയില്ല. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകുകയും എൻ്റെ ആത്മാവിനെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എന്നിലേക്ക് തിരിച്ചു തരികയും അവൻ്റെ മഹത്വത്തെ സ്തുതിച്ച് വാഴ്ത്തുവാൻ എനിക്ക് കഴിവ് തരികയും ചെയ്ത അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി എന്ന് പറയുന്ന പ്രാർത്ഥന. ഇന്ന് ഞാൻ രണ്ട് പ്രാർത്ഥനകൾ ഈ ഖുത്ബയിൽ പറഞ്ഞു. ആ രണ്ട് പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം, മറക്കാതെ നമ്മൾ ചൊല്ലണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഏത് സമയമാണ് നമ്മുടെ റൂഹ് പിരിയുക എന്ന് നമുക്കറിയില്ല. റൂഹ് പിരിയുന്ന ആ കാലമത്രയും, ജീവനുള്ള കാലമത്രയും ഇസ്ലാമിൽ ജീവിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പല ആളുകളും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏറെ സഹകരിച്ചിരുന്ന നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരനായ PV ഹൈദർ ഹാജിയുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ആരൊക്കെ സുജൂദ് ചെയ്താലും, ഈ പള്ളിയിൽ എന്തൊക്കെ നന്മകൾ നടന്നാലും ആ നന്മയുടെ ഒരു അനന്തര ഫലം, അതിൻ്റെ ഒരു അഫർ, അതിൻ്റെ ഒരു വിഹിതം കൈപ്പറ്റാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അള്ളാഹു അവർക്കത് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ കബീർക്ക് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം സഹകരിച്ച വ്യക്തിയാണ്. അവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ അല്ല. നമ്മൾ ഈ പള്ളിയിൽ സുജൂദ് ചെയ്യുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഇവിടെ മതപരമായ കാര്യങ്ങൾ നടക്കുമ്പോഴൊന്നും അതിൽ പങ്കുചേരാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല. അള്ളാഹു ആ രണ്ട് മഹത്വക്കൾക്കും രണ്ടുപേർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മകൾ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത നന്മകൾ അത് തുടരാനുള്ള തൗഫീഖ് അവരുടെ മക്കൾക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സഹോദരൻ VM മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ സാറു എന്ന് പറയുന്ന സഹോദരി മരിച്ച വിവരവും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മഹദിയുടെ, ആ സഹോദരിയുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഇതേപോലൊരു യാത്ര നമുക്കും ഉണ്ടാകും. നാളെ നമ്മുടെ പേര് വെച്ചൊരു മെസ്സേജ് വരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ, അതേപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ ഇന്നയാൾ മരിച്ചു, എത്ര വയസ്സുള്ള ഇന്നയാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ ചേർത്തുകൊണ്ട് ആ വാർത്ത വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പിന്നെ മയ്യത്താണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് നന്മകൾ ഉണ്ടാകണം. നമ്മളെ ആളുകൾ ഓർക്കണം. നമ്മളെ ഓർക്കുമ്പോൾ നാം ചെയ്ത നന്മകൾ കൊണ്ട് ഓർക്കാൻ സാധിക്കണം. നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ കൊണ്ട് നമ്മളെ ആളുകൾക്ക് ഓർക്കാൻ കഴിയണം. അത് അവരുടെ പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. നമ്മളെക്കുറിച്ച് മോശമായ ഒരു ചിത്രം പോലും ആരുടെയും മനസ്സിലില്ലാതെ ജീവിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ വരുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പിതാവുമായി ഈ സമയത്ത് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു ആ സഹോദരൻ്റെ ഉപ്പയുടെ അസുഖം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ പ്രത്യേകം അദ്ദേഹം വസീയത്ത്. അദ്ദേഹത്തിൻ്റെ മാതാവും രോഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് പൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മറ്റു പല സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അല്ലാഹു അവർക്ക് പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين.